എല്ലാവർക്കും ഡെലിഷ്യസ് റെസിപ്പീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. റാഗി ദോശയാണ് ഇന്ന് തയ്യാറാക്കുന്നത്. ഇത് ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? ഈ ദോശ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 1 കപ്പ് റാഗിയാണ് എടുക്കുന്നത്. 1 കപ്പെന്ന് പറയുന്നത് 250 ml. ഇനി നമുക്ക് അടുത്തതായിട്ട് 1/4 കപ്പ് ഉഴുന്നാണ് വേണ്ടത്. ഈ ഉഴുന്ന് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ഉലുവ കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ നല്ലതുപോലെ ഒരു 3-4 വട്ടം ഇത് കഴുകിയെടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർത്ത് വയ്ക്കണം. 4 മണിക്കൂറാണ് ഞാൻ വെള്ളം ഒഴിച്ച് ഇതിവിടെ കുതിർത്ത് വയ്ക്കുന്നത്. 4 മണിക്കൂറിന് ശേഷം നമുക്കിത് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അടച്ച് മാറ്റി വയ്ക്കുകയാണ്. ഇത് അരച്ചെടുക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പായിട്ട് കുറച്ച് അവലൊന്ന് കുതിർത്ത് വയ്ക്കണം. ഞാനിപ്പോൾ ഒരു 1/4 കപ്പ് അവലാണ് എടുത്തത്. ആദ്യം ഇതൊന്ന് കഴുകിയെടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 10 മിനിറ്റാണ് ഇതൊന്ന് കുതിർത്തിയെടുക്കുന്നത്. അപ്പോൾ നമുക്കിനി ഇത് അരച്ചെടുക്കണം. റാഗി എല്ലാവർക്കും അറിയാമല്ലോ, ഇതൊരു മില്ലറ്റാണ്. ഇത് വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒന്നാണ്. ഇതിൽ ഒരുപാട് ഫൈബർ അടങ്ങിയിട്ടുള്ളതാണ്. ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഞാനിവിടെ മിക്സിയുടെ ജാറിലേക്ക് റാഗിയും ഉഴുന്നും ഉലുവയും അതുപോലെ അവലും ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ദേ ഇവിടെ ഒരു സ്മൂത്ത് ബാറ്ററായിട്ട് ഇത് എടുത്തിട്ടുണ്ട്. നമുക്കിതൊരു വലിയ പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ടിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് ഒന്ന് മാറ്റി വയ്ക്കണം. ഒരു 8 മുതൽ 10 മണിക്കൂർ വരെ എടുക്കും ഇതൊന്ന് ഫെർമെൻറ്റായി കിട്ടാനായിട്ട്. ഞാനിപ്പോൾ രാത്രിയിലാണ് ഈ ബാറ്റർ തയ്യാറാക്കി വെക്കുന്നത്. അടുത്ത ദിവസം രാവിലെ ദോശ ചുട്ടെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കിതിവിടെ ഒന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇതിപ്പോൾ അടുത്ത ദിവസം രാവിലെയാണ്. ഈ ബാറ്റർ ഇവിടെ നന്നായിട്ടൊന്ന് ഫെർമെൻറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഉടനെ തന്നെ നമുക്ക് ദോശ ചുട്ടെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു പാൻ ഒന്ന് ചൂടാക്കിയെടുത്ത ശേഷം ഒരു വലിയ സ്പൂൺ മാവാണ് ഒഴിച്ചത്. ഇനി ഇത് നല്ലതുപോലെ തിന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കണം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയായിട്ടാണല്ലോ ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഒരു മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് വേണം ഈ ദോശ ചുട്ടെടുക്കാനായിട്ട്. ഇതിൻ്റെ മുകൾ ഭാഗമെല്ലാം ഒന്ന് ഡ്രൈ ആയി കഴിയുമ്പോൾ ഇതിന് മുകളിലായിട്ട് നമുക്ക് ഒരല്പം നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ അല്പം എണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതേ കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മീഡിയം ഹീറ്റിൽ തന്നെ വെച്ചിട്ട് വേണം ഈ ദോശ ചുട്ടെടുക്കാനായിട്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ചട്നിയുടെ കൂടെയോ സാമ്പാറിൻ്റെ കൂടെയോ കഴിക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇന്ന് ടൊമാറ്റോ ചട്നിയുടെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. നമ്മുടെ ഇഡ്ലി പൊടി അല്പം എണ്ണയിലൊന്ന് ചാലിച്ചിട്ടും ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ക്രിസ്പി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കണം. അതുപോലെ മില്ലറ്റ്സ് ഒക്കെ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കണം. എപ്പോഴും റാഗി കുറുക്ക് കാച്ചി കഴിക്കാനായിട്ട് പലർക്കും മടിയായിരിക്കും. പക്ഷേ ഇതുപോലെ നല്ല ക്രിസ്പി ദോശയായിട്ടോ അല്ലെങ്കിൽ റാഗി പുട്ടായിട്ടോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും നല്ല ഇഷ്ടത്തോടെ കഴിക്കും. നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ റാഗി പുട്ടിൻ്റെ ഒരു റെസിപ്പി ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മുടെ ക്രിസ്പി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം ക്രിസ്പി ആയിട്ടുള്ള ഒന്നാണ്. അതുപോലെ നല്ല ടേസ്റ്റിയുമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി ഒന്ന് അറിയിച്ചാൽ വളരെ നന്നായിരുന്നു. നമ്മുടെ ചാനലിലെ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുവെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്താൽ വളരെ നന്നായിരുന്നു. അപ്പോൾ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക്